അപ്പോൾ നമുക്ക് പുതിയൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ സൗണ്ട് ഭയങ്കര കമ്മിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു എമൗണ്ട് മുടക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ നല്ലൊരു മൈക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഹൈ ഓൺ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ഷാസിം മുഹമ്മദ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്ന ഏകദേശം 90% ഓഫ് ആൾക്കാരും, ഏകദേശം 90% ഓഫ് ആൾക്കാരും പുതിയ യൂട്യൂബറാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റർ ആവാൻ പോകുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ട് പറഞ്ഞാൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ഗാഡ്ജറ്റ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഇപ്പോൾ ഏതൊരു യൂട്യൂബറിനും ഫസ്റ്റ് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ കയ്യിൽ മൈക്കൊന്നും ഉണ്ടായിക്കോളുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്മാർട്ട് ഫോൺ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവുക ഇപ്പോഴും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുപാട് ഗാഡ്ജറ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗാഡ്ജറ്റാണ്. നമുക്കൊരു മൈക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നതാണ്. പുതിയൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു മൈക്കിനെ പറ്റിയിട്ടാണ്. ഏകദേശം നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നതും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. കാരണം ഇവൻ വേറെ ലെവലാണ് മൈക്കിൽ. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യം ഞാൻ രണ്ടും കാണിച്ചു തരാം. മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങനെയായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ബോയയുടെ M1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ് പ്രൊഡക്റ്റ്. അടിപൊളിയായിട്ടോ, വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഏറ്റവും വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നേരെ കിടക്കാം. എല്ലാ സാധനവും താഴെ കുത്തി പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് തുടങ്ങാം. നമുക്ക് പെട്ടിയിൽ തന്നെ ആദ്യം തുടങ്ങാം. ആദ്യം എല്ലാവർക്കും സംശയമുള്ള സാധനമാണ് ഇത് ഏതൊക്കെ സാധനത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നുള്ളത്. നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ലാപ്ടോപ്പ്, അതേപോലെ ടാബ്ലറ്റ്സ്, ക്യാമറ, വീഡിയോ ക്യാമറ എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് ഏതൊരു സാധനത്തിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഏകദേശം 6 മീറ്റേഴ്സ് ഓഫ് വയർ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഏകദേശം 6 മീറ്റർ വയറുണ്ട്. ഞാൻ ചുരുട്ടി എനിക്ക് ആവശ്യമില്ല, എനിക്കൊരു പിടി അകലത്തിന് മതി, ബാക്കിയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 മീറ്ററോളം ഇതിൻ്റെ വയറുണ്ട്. ഇനിയിപ്പോൾ പറയാൻ മാത്രമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നോക്കി കഴിഞ്ഞാൽ അതിൽ വേറെ എന്തൊക്കെയോ പ്രൊഡക്റ്റുകളുണ്ട്. പിന്നെ അതിൽ ഓംസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എത്ര ശബ്ദങ്ങളാണ് കേൾക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് അതൊക്കെ മാറ്റി വെച്ചു. ഇനി നമുക്ക് ഈ താഴെ പൊട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓരോന്നെടുത്ത് നോക്കാം. ഇനി ഇതിനുള്ളതൊരു സാധനം, ഒരു ബാറ്ററി ഉണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ, കാരണം ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു ബാറ്ററി ഇട്ടിട്ട് ക്യാമറ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ക്യാമറ ആക്കി കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി വേണം. ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുള്ളൂ. സ്മാർട്ട് ഫോണിനൊന്നും ആവശ്യമില്ല, ഓഫാക്കിയിട്ടിട്ട് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഒന്നുള്ളത് ഈ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ചൈനയിലും മലയാളമല്ല ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുള്ള ഇതിൻ്റെ യൂസർ മാനുവൽ, ഇത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഒരു വാറണ്ടി കാർഡാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കേട് വന്നതിന് പറഞ്ഞാൽ വാറണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡാണ്. പക്ഷേ നമ്മളിത് അയച്ചു കൊടുക്കണം കേട്ടോ, കാരണം ഓൺലൈനിൽ മേടിച്ചുകൊണ്ട് അയച്ചു കൊടുക്കണം. പിന്നെ ഉള്ളൊരു സംഭവം ഇതേ ഈ ഒരു കുറ്റി, നമുക്ക് വലിയ ഇതിലേക്ക് കുത്തണം എന്ന് പറഞ്ഞാൽ, വലിയ സാധനത്തിലേക്ക് കുത്തണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഈ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ സിലിക്കാ ജെല്ലുണ്ട് ഒന്ന്. ഇനി പറയാനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഈ ഒരു മൈക്കിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു പഞ്ഞിയും അതേപോലെ ഈ ഒരു ക്ലിപ്പും പോരാത്തതിന് ഇതൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ അടിപൊളിയായിട്ട് ബോയയുടെയൊക്കെ പേരൊക്കെ പതിച്ച ഒരു കവറും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പെട്ടിയിൽ വരുന്നത്. ഞങ്ങൾക്ക് കൊട്ടിപ്പെറുക്കി താഴ്ത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഈ ക്ലിപ്പൊക്കെ ചെയ്ത് ഇവിടെ വയ്ക്കാം. ഇനി ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൗണ്ടിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ബോയയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഞാൻ വാങ്ങിച്ചത് 620 രൂപയ്ക്ക് കേട്ടോ. 620 രൂപയ്ക്ക് എനിക്കിത് വേർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ ചില സമയത്ത് ഇത് 1000 രൂപയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേറൊരു പ്രോഡക്റ്റിൻ്റെ ഒപ്പം വാങ്ങിച്ചുകൊണ്ട് എനിക്കിത് 620 രൂപയ്ക്കാണ് കിട്ടിയത്. എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കുക, പോയിട്ട് അതിൽ എത്ര രൂപയാണെന്ന് നോക്കുക, ഒറിജിനൽ സാധനം മാത്രം വാങ്ങാം. ബോയയുടെ അല്ലാത്ത വേറെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത്, ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഒരു 400 രൂപ എങ്ങാണ്ടോ കൊടുത്തിട്ട് ഒരു മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിനും കൊള്ളില്ല. അതേപോലെ തന്നെ അതിൻ്റെ പിന്ന് ഭയങ്കര ചെറുതാണ്. ഇനി ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ സൗണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, കാരണം ഞാൻ മൈക്ക് ഊരിയിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഈ ഒരു ഗോൾഡൻ കളർ പിന്നുണ്ടല്ലോ, ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല പഴയതിന്. അതുപോലെ തന്നെ ഇത് ഗോൾഡൻ കളർ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് കൂടുതൽ കിട്ടുന്ന പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല, താഴെ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു ഗോൾഡൻ കളർ പിന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് കിട്ടുമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തിടുക.
പിന്നെ അടുത്ത ബെല്ലൈക്കൺ ഡിഷ് ഇടിച്ച് പൊളിക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈക്കുള്ള സംസാരമാണ് ഇപ്പോൾ നിങ്ങൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ മൈക്ക് ഊരിയിട്ടുള്ള സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക. എന്തായാലും അങ്ങനെയുള്ള വോയിസൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം ഇതിൽ നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന സമയത്ത് നോയ്സ് ക്യാൻസലേഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് കുറ്റം പറയാനൊന്നുമില്ല, ഇപ്പോഴും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. അത് എഡിറ്റ് ചെയ്യാൻ അറിയുന്ന ആർക്കാണെങ്കിലും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നല്ല പ്രൊഡക്റ്റാണ്, നിങ്ങൾക്ക് വേർത്തായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് വയർലെസ്സൊക്കെ വൈറലായ സമയത്ത് അല്ലെങ്കിൽ വൈറലാവുന്ന സമയത്ത് വാങ്ങുക, യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് അടിപൊളിയായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും മൈക്ക് ഊരിയിട്ടുള്ള ഒരു സമയത്തുള്ള എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ മൈക്കില്ലാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പുറത്തുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ഞാനും ക്യാമറയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് ആകുമ്പോൾ അത്യാവശ്യം ശബ്ദങ്ങളും കൂടി ഉള്ളിൽ കയറും. അപ്പോൾ മൊത്തം ഒരു ശബ്ദം അരടിച്ച് അല്ലെങ്കിൽ ആ ശബ്ദം കൂടി കേട്ടിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. ഇനി ഞാനത് കുത്തിയിട്ടുള്ള സൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മൈക്ക് കുത്തിയതിന് ശേഷമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൗണ്ട് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് പുറത്തുള്ള നോയ്സ് കമ്മിയായിട്ട് കേൾക്കാം. കമ്മിയായിട്ടുള്ള കേൾക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ എൻ്റെ മൈക്ക് ഞാനുമായിട്ട് ഏറ്റവും അടുത്താണ്, എൻ്റെ മൗത്തുമായിട്ട് ഏറ്റവും അടുത്താണ്. ഞാൻ സംസാരിക്കുന്നത് ഡയറക്റ്റ് ആയിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എല്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർട്ടായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് മൈക്ക് കൂടി വാങ്ങാൻ കാശില്ലെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഒറിജിനൽ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് പറഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ കോളറിൻ്റെ അടുത്ത് വരെ നിങ്ങളുടെ മൈക്ക് എത്തും. അവിടെ നിന്ന് സംസാരിക്കുക. ദെൻ നിങ്ങൾക്ക് ചാനൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാം. വാങ്ങുന്നവർക്കുള്ള കാര്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു സംഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷാസിം മുഹമ്മദ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന മൈക്കില്ലാതെ കേട്ടോ. അപ്പോൾ ഈ ഒരു ശബ്ദവും നിങ്ങൾക്ക് പിന്നെ ഒരു 1mm ഒരു ജാക്കുണ്ട്. അതിവിടെ പോയി ഇപ്പോൾ കളഞ്ഞു പോകാൻ തുടങ്ങി. ഒരു ജാക്കുണ്ട്, ഇതാട്ടോ. നമുക്ക്